അല്ല, ഭരണം പോയിട്ട് ഒരു മാസം പോലും കഴിഞ്ഞില്ല, അതിനു മുമ്പ് പൊതുവഴിയിലോട്ട് മൈക്കുമായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതങ്ങളിൽ എത്തിച്ച എക്സ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Wherever I go, I take my house in my head. Wherever I go, I take my house in my head. നമ്മുടെ നാട്ടിലെ അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദയനീയരായ മനുഷ്യരോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ഗവൺമെന്റിനും ഒന്നാമത്തെ ഉത്തരവാദിത്തമുണ്ട് എന്ന്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു, ഏകദേശം അറിയായിരുന്നു. ഈ തള്ളക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ട്. സാധാരണപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ ഇവരെ കയ്യിൽ 10 വർഷം സമയമുണ്ടായിരുന്നു, ഒരു കോപ്പും ചെയ്തില്ല. വളരെ കറക്റ്റ്. മന്ത്രിയായിരുന്നവരെ അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പൊ വീട്ടിലിരുത്തിയത്. ദയനീയരായ മനുഷ്യരോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ഗവൺമെന്റിനും ഒന്നാമത്തെ ഉത്തരവാദിത്തമുണ്ട് എന്ന്. ഈ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്യുമായിരുന്നു ചേച്ചി? ചേച്ചിയും 5 വർഷം സർവീസിൽ ഉണ്ടായിരുന്നല്ലോ. ഈ പാവപ്പെട്ടവരെ ഒന്നും കണ്ടില്ല അല്ലേ? പുച്ഛവും കളിയാക്കലും വർഗീയതയും കുശുമ്പും മാത്രമേ കയ്യിലുള്ളൂ. അതിനുള്ള തിരിച്ചടി ജനങ്ങൾ കൊടുക്കുകയും ചെയ്തു, എന്നിട്ടും കുറവില്ല. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. സത്യപ്രതിജ്ഞാവേളയിൽ വി.ഡി. സതീശനായിരുന്ന നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശനായി മാറിയത് കേവല യാദൃച്ഛികതയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി അയാളുടെ മുഴുവൻ പേരും ഒന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. എന്നാൽ ജാതി തിരിച്ചുള്ള സംവരണങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അത്രയും അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ആ സമയത്ത് ജാതി പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പൂക്കി മുഖ്യമന്ത്രി എന്ന് എടുത്തെടുത്ത് പറഞ്ഞ് കളിയാക്കുകയാണ് എന്ന് മനസ്സിലായി അല്ലേ ചേച്ചി? അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കും. ഈ പൂക്കി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ആൾക്ക് പിടിയുണ്ടോ? അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. പൂക്കി എന്നാൽ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ എന്നൊക്കെയാ അർത്ഥം. ഇപ്പൊ മനസ്സിലായോ? മറ്റൊരാൾക്ക് പ്രിയപ്പെട്ടതാകാൻ വലിയ റിസ്ക് ഒന്നും ഇല്ല ചേച്ചി. നിങ്ങൾക്കും പൂക്കി ആകാമായിരുന്നു. കുറഞ്ഞ പക്ഷേ മനുഷ്യരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ മിടുക്കന്മാര് കയറി ആളുകളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ പിടിച്ചു പറ്റുന്നത് കണ്ടപ്പോ കുശുമ്പ് സഹിക്കാൻ വയ്യാതെ പരദൂഷണം പരസ്യമായിട്ട് പറയാൻ ഇറങ്ങിയിരിക്കുക. അവരുടെ ഒക്കെ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അധികാരത്തിലേറിയിട്ടുള്ളത്. മറന്നു പോകരുത്. ആശമാരൊക്കെ ഇവരുടെ ഇരിപ്പിടത്തിന് തൊട്ടു മുന്നിലാ 1 വർഷക്കാലം സമരം ചെയ്തത്. എന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന കക്ഷിയൊക്കെയാ ഇപ്പൊ പാവങ്ങളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വം ഒക്കെ പ്രസംഗിക്കുന്നത്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. സഖ ഒരു കാര്യം മനസ്സിലാക്കണം. പട്ടിക്കാട്ട മുന്നിൽ കൊണ്ട് വെച്ചിട്ട് പാൽപ്പായസമാണെന്ന് ഇത്രയും തിരിച്ചറിവുള്ള പൊതുജനത്തോട് നിങ്ങൾ പറഞ്ഞില്ലേ? ആ പറഞ്ഞതിന്റെ ഫലമായിട്ടാ എല്ലാരും വീട്ടിലിരിക്കുന്നത്. ഞാൻ പോകുന്നു. ബൈ ബൈ.